ജോസഫ് ഗ്രൂപ്പ് നേതാവ് PG ജോസഫ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം നമ്മളെല്ലാം കഴിഞ്ഞ തവണത്തെ എല്ലാ സീറ്റും ചോദിച്ചിട്ടുണ്ട്. അതിൽ ചില വിട്ടുവീഴ്ചകൾ പറയേണ്ടി വരും. അതെല്ലാം കൂടെ ഫൈനലായിട്ട് നാളെ പറയും. ഇടുക്കിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചോദിച്ചിട്ടുണ്ടോ കോൺഗ്രസോ UDF-ഓ? ഇടുക്കി സീറ്റിൻ്റെ കാര്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഇടുക്കി വിട്ടുകൊണ്ടൊരു സഹകരണത്തിന് തയ്യാറാണോ? നമ്മൾ മാനസികമായിട്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു കർഷക പാർട്ടിയാണല്ലോ. ഇടുക്കി പോലെയുള്ള ഒരു മണ്ഡലം വിട്ടുകൊടുക്കുക എന്നത് സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസിന് ഒരു വൈകാരികമായിട്ടുള്ള ഒരു കാര്യമല്ലേ? പ്രയാസമുണ്ട്. പിന്നെ മുന്നണി ആയതുകൊണ്ട് ചർച്ചയും നാളെ അവസാനമായിട്ട് പറയാം. ഈ ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ ചർച്ച എത്തി നിൽക്കുന്നത്? കാരണം നില പ്രതിപക്ഷ നേതാവായിട്ട് അങ്ങ് സംസാരിച്ചു. അതിൻ്റെ ഒരു നിലവിലെ ഒരു പ്രോഗ്രസ് ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്? അല്ല, അതിനെപ്പറ്റിയുള്ള റിസൾട്ട് ഇന്ന് വൈകുന്നേരം നാളെ കിട്ടുള്ളൂ. ഇനി തുടർ ചർച്ചകളുണ്ടോ ഈ സീറ്റ് സംബന്ധിച്ച്, വിട്ടുവീഴ്ച സംബന്ധിച്ച് പാർട്ടിക്കകത്ത്? ഉണ്ട്. തൊടുപുഴ സീറ്റിൻ്റെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായി സസ്പെൻസ് ആയിട്ട് നിൽക്കുകയാണ്. എല്ലാവരും കൂടെ ഒന്നിച്ച് വരും. എല്ലാം കൂടെ ഒന്നിച്ച് വരുള്ളൂ. സാറെന്തായാലും മത്സരരംഗത്ത് ഉണ്ടാവില്ലേ? അപ്പം പറയാം. ശരി, നാളെ തന്നെ എല്ലാം കേരള കോൺഗ്രസിന്റെ ഒരു പ്രഖ്യാപനമായിട്ട് എവിടെയായിരിക്കും? വൈകുന്നേരം അതും പറയാം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം എവിടെ വെച്ചായിരിക്കും? കോട്ടയത്തായിരിക്കും. പറയാം. നാളെ ഉണ്ടാവും. നാളെ വൈകുന്നേരത്തേക്ക് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു. ഒരു കാര്യം കൂടി, ഇടുക്കി വിട്ടുകൊടുക്കുന്നതിൽ പ്രവർത്തകർ വലിയ വിഷമം അറിയിച്ചിട്ടുണ്ടോ? വീട്ടിൽ വന്ന് ചില മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ. അതുകൊണ്ടായിരുന്നു. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.